ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത് എന്താ വെച്ചാല് എനിക്ക് വെച്ചാല് ഒരു വീഡിയോസിന്റെ മുന്നിലും ഒരു ഫോട്ടോസിന്റെ മുന്നിലും എനിക്ക് ആര് ഫേസ് ചെയ്യാനും ഒരു പേടിയില്ല. കാരണം വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം എനിക്ക് ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല. നാട്ടിലിറങ്ങാനും എനിക്ക് പേടിയില്ല, മറ്റുള്ളവർ ഫേസ് ചെയ്യാനും എനിക്ക് പേടിയില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പല ന്യൂസ് ചാനലിൽ വന്നിട്ട് അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ പറശ്ശിനിക്കടവ് ഒരു ലോഡ്ജിൽ നിന്നും MDMA-യുമായി 2 യുവാക്കളെയും 2 യുവതികളെയും പിടികൂടിയ സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. കഴിഞ്ഞ ദിവസം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു അത്. ഷംനാദ്, ജംസീൽ, റഫീന, ജസീന ഈ 4 പേരെയാണ് എക്സൈസ് പിടിച്ചത്. ഈ 4 പേരും കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. ഇതിൽ യുവതികളായിട്ടുള്ള റഫീനയും ജസീനയും പെരുന്നാൾ ആഘോഷിക്കാൻ കൂട്ടുകാരുടെ വീട്ടിൽ പോവുകയാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. കൂടെ ഉണ്ടായിരുന്ന യുവാക്കളെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഈ യുവതികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം 4 ദിവസം കണ്ണൂരിലെ വിവിധ ലോഡ്ജുകളിൽ ഈ യുവാക്കളുടെ കൂടെ ലഹരി ഉപയോഗിക്കുകയായിരുന്നു എന്നതാണ് വാർത്തകൾ പറയുന്നത്. ഒടുവിൽ പറശ്ശിനിക്കടവ് ഉള്ള ഒരു ലോഡ്ജിൽ നിന്നും എക്സൈസുകാർ പിടിക്കുന്ന സമയത്ത് 5 ഗ്രാം MDMA-യും അത് ഉപയോഗിക്കാൻ ആവശ്യമായ സാധന സാമഗ്രികളും ഇവരുടെ അടുത്തു നിന്നും കണ്ടെത്തിയെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും സംഭവം കേസായി വലിയ വാർത്തയായി. ഇവർ 4 പേരും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും വലിയ രീതിയിൽ വൈറലായി. യുവാക്കൾക്കിടയിലെ ലഹരി ഉപയോഗത്തെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതിനിടയിലാണ് പിടിയിലായ റഫീന എന്ന് പറയുന്ന പെൺകുട്ടി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ലഹരി ഉപയോഗിച്ചിട്ടില്ല, പുള്ളിക്കാരി ആരോ കുടുക്കിയതാണെന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. നമുക്ക് എന്തായാലും റഫീനയുടെ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുവെക്കാം. അപ്പൊ വീട് എല്ലാരും കണ്ടില്ലെന്ന് വിചാരിക്കുന്നു അല്ലെ? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ 14 ദിവസം. പിന്നെന്താന്ന് വെച്ചാല് ഒന്നിക്കിൽ എന്റെ പേരിൽ കേസെടുക്കാതെ ഈ വീഡിയോസ് പല ന്യൂസ് ചാനലിൽ ഇട്ടിട്ട് കാര്യമില്ല. ഓക്കെ, റഫീന എന്താണ് പറയുന്നതെന്ന് മനസ്സിലായോ? റഫീനയെ MDMA-യിൽ പിടിച്ച് എന്നുള്ള ഒരു കാര്യം, ആ ഒരു വാർത്ത വന്നിട്ട് 2 ദിവസം പോലും ആയില്ല. എന്നിട്ട് പുള്ളിക്കാരി പുല്ലുപോലെ പുറത്തിറങ്ങി. തനിക്കെതിരെ കേസ് ഉണ്ടായിരുന്നെങ്കിൽ 2 ദിവസം കഴിയാതെ ജാമ്യം കിട്ടില്ലല്ലോ എന്നാണ് ഇവിടെ റഫീന ഉദ്ദേശിച്ചത്. ശരിയാണ്, MDMA ഒരു അളവിൽ കൂടുതൽ കൈവശം ഉണ്ടെങ്കിൽ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ജാമ്യം പോലും കിട്ടത്തില്ല. പക്ഷെ കുറഞ്ഞ അളവിലാണ് പിടിക്കുന്നതെങ്കിൽ വലിയ സീനൊന്നും ഉണ്ടാവില്ല. 0.5 ഗ്രാമോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരാൾക്ക് കൈവശം വെക്കാൻ പറ്റുന്ന ലിമിറ്റ് എന്ന് പറയുന്നത്. എന്നിട്ടും തനിക്കെതിരെ കേസ് എടുത്തിട്ടേ ഇല്ലെന്നാണ് റഫീന പറയുന്നത്. പക്ഷെ റഫീനയുടെ ഈ ഒരു ആരോപണം എക്സൈസ് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. റഫീന മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇവൾക്കെതിരെ കേസ് എടുത്തിട്ടുമുണ്ടെന്നും ഒക്കെയാണ് എക്സൈസ് പറയുന്നത്. ബാക്കി കേൾക്കാം. പിന്നെന്താ വെച്ചാൽ സർക്കാർ ഇങ്ങനത്തെ കൈക്കൂലൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തിനാ സർക്കാർ ജോലി കൊടുക്കുന്നൊന്നും അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്റെ പേരിലൊരു കേസോ കാര്യങ്ങളോ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ ജയിലിലാണ്, ഞാൻ അവിടെയാണ് ഇവിടെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ. ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉള്ളത്. അല്ല പോലീസുകാരും പിടിച്ചിട്ടില്ല, ഒന്നും പിടിച്ചിട്ടില്ല. പിന്നെ ആ ഫോട്ടോ വന്നത് അവര് കരുതിക്കൂട്ടി ഒറ്റ കൊടുത്തിട്ട് ഇട്ടതാണെന്നും കൈക്കൂലി കൊടുത്തിട്ട് അത് ഇടിപ്പിച്ചതാണെന്നും. ഓക്കെ, തന്നെ ആരോ ട്രാപ്പിലാക്കിയതാണെന്ന് റഫീന പറയുന്നത്. എക്സൈസുകാരും അതിന് കൂട്ടുനിന്നു. അവര് കൈക്കൂലി വാങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആരാണ് അവളെ ട്രാപ്പിലാക്കിയത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ അല്ലെ? ഇവള് പറയുന്നത് ഇവളുടെ കൂടെ അന്ന് അവളുടെ കൂടെ ഉണ്ടായിരുന്നത് ഫ്രണ്ട്സ് മാത്രമല്ല, ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് വേറെയും കുറെ ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ലോഡ്ജിൽ 2 മുറികളാണ് ഇവർ എടുത്തിരുന്നതെന്നും പറയുന്നുണ്ട്. തന്റെ കൂട്ടുകാരാണ് ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നത്. അതിലൊരാളുടെ കയ്യിലുണ്ടായിരുന്ന ലഹരിപ്പൊതിയാണ് എക്സൈസ് പൊക്കിയത്. പക്ഷെ അയാളെ എക്സൈസുകാർ അറസ്റ്റ് ചെയ്തില്ല, പകരം ഇവരെ പിടിച്ചോണ്ടുപോയി. ആ പുള്ളിക്കാരനും എക്സൈസുകാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ഇവള് വീഡിയോ കൂടി മാത്രമല്ല കേട്ടോ പറയുന്നത്. ഈ ഒരുപാട് പേര് വിളിച്ചപ്പോഴും പറഞ്ഞു, സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന യൂട്യൂബറെ വിളിച്ചപ്പോഴും ഇവൾ ഇത് തന്നെയാണ് പറഞ്ഞതെന്നാ പറയുന്നത്. ഇവള് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ പ്ലേ ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നുണ്ട് കോള് വരുന്നുണ്ട്, കോൾ എടുക്ക് കട്ടാക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവര് പെട്ടെന്ന് പുറത്തു പോയി ഉള്ളിൽ കയറാം. അപ്പോൾ ഷംനാദ് ആരാ എക്സൈസ് വരുന്നുണ്ട്, ഓൻ വാൽക്കളി നിന്നിട്ടുണ്ട്. എക്സൈസ് ആര് വരുന്നുണ്ട് എന്നിട്ട് ഓൻ വാൽക്കളിയിൽ നിന്ന് ഉള്ളോട്ടേക്ക് വന്നപ്പോൾ ടച്ച് വേഗം അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് റീനാസ് ഒരു എന്താ പറയാ, ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൽ റീനാസ് ആ റൂമിലേക്ക് കയറിയിരുന്നു. എന്തോ നമുക്ക് ഡൗട്ട് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല. റൂമിലേക്ക് കയറി ഓൻ പുറത്തിറങ്ങിയിട്ടുണ്ടായി റീനാസ്. അപ്പം തന്നെ ഓൻ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ ടച്ച് എന്താക്കി, ഈ കണ്ണാടി ഇരുന്ന ഒരു ബോക്സ് ഉണ്ട്, ഈ കൂളിംഗ് ഗ്ലാസ് ഇരുന്ന ബോക്സിനുള്ളിൽ എല്ലാ സാധനം ഇട്ടിട്ട് പുറത്തിറങ്ങിയിട്ട് നൈസായിട്ട് എന്താ പറയാ, ഒരു ഫിലിം കാണുന്ന ഫീലായിരുന്നു എനിക്ക്. അവർ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പുറത്തേക്ക് നടക്കലും എക്സൈസ് ഇതേപോലെ ഈ സൈഡിൽ നിന്ന് ഉള്ളിൽ കയറലും. അപ്പൊ തന്നെ എല്ലാവരും നമ്മളെ കൂടുതൽ എല്ലാവരും പറഞ്ഞതാ ഒരാൾ പുറത്തു പോയി, 2 ആൾ പുറത്തു പോയി. ആര് പുറത്തു പോയി? ഒരാളും പുറത്തു പോയില്ല. നമ്മൾ കണ്ടില്ലല്ലോ. അവരങ്ങനെ തന്നെ പറഞ്ഞു.
10 പേരുണ്ടായിട്ട് വരെ ഒരാൾ പോലും അവരെ ബാക്കിൽ ഓടിയിട്ടില്ല. 50 ഗ്രാം 100 ഗ്രാം അധികം കൊണ്ടുപോകുന്ന ആളെ ബാക്കിൽ ഓടാതെ ഇവർ ഈ ചെറിയ സാധനം ഇവിടുന്ന് കിട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ പിടിച്ചു കൊണ്ടുകൊണ്ട് എന്താവശ്യം. ഇതിനകത്ത് തച്ചി എന്ന് പറയുന്ന ഒരാളുടെ കാര്യം പറയുന്നുണ്ട്. അവള് ആ തച്ചി എന്ന് പറയുന്ന ആളാണ് ഇതിന്റെയൊക്കെ സൂത്രധാരൻ എന്നാണ് പറയുന്നത്. ഈ റഫീന വീഡിയോ ഇട്ടതിന് ശേഷം ഈ പുള്ളിക്കാരൻ റഫീനയുടെ ഒരു കൂട്ടുകാരിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തത്ര. ഇനി ഈ കേസിന് പുറകെ പോകണ്ട, പണി കിട്ടും, 15 കൊല്ലം ജയിലിൽ കിടക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പക്ഷെ എന്തിനു വേണ്ടിയാണ് ഈ സച്ചി എന്ന് പറയുന്ന റഫീനയും കൂട്ടുകാരെയും കുടുക്കിയെന്നാണ് റഫീന അത് മാത്രമാണ് പറയാത്തത്. പെരുന്നാള് അടിച്ചു പൊളിക്കാൻ പോയി എന്ന് പറയുന്ന ആള് കണ്ണൂരിന്റെ ഇട്ടാവട്ടത്ത് ഈ റൂം എടുത്ത് കൂടി എന്തിനാ? അതിനുള്ള ഉത്തരവൊന്നുമില്ല. നമ്മളൊക്കെയാണെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ റൂം എടുത്ത് നിൽക്കുവോ? ഇല്ലല്ലോ, മിനിമം ഒരു ഊട്ടി ട്രിപ്പെങ്കിലും അടിക്കും. ഇതിനൊപ്പം മറ്റൊരു കാര്യം കൂടി പറയണമെന്ന് തോന്നുന്നു. സിനിമാ നടൻ ഷൈൻ ടോം ചാക്കോ റഫീനയെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഈ മയക്കുമരുന്നുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പണ്ടൊരു ദിവസം പോലീസ് പിടിയിലായ ആളാണ് ഈ ഷൈൻ ടോം ചാക്കോ. മാത്രമല്ല ഈ അടുത്ത് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമ എന്ന് പറയുന്ന സ്ത്രീ താൻ ഷൈൻ ടോം ചാക്കോക്കും അതുപോലെ തന്നെ ശ്രീനാഥ് ബാസിക്കും ലഹരി മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ റഫീനയും ഇതുപോലെ ഒരു കാരിയർ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. കാരിയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ മയക്കുമരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വിഭാഗം യുവതികളെയാണ് ഇതേപോലെ കൂടുതലും കാരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. മാത്രവുമല്ല സിനിമാ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത റഫീനെ ഷൈൻ ടോം എന്തിനു ഫോളോ ചെയ്യുന്നു എന്നൊരു ചോദ്യവും ഇതിനോടൊപ്പം നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഇവർക്ക് തമ്മിലിടയിൽ വേറെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. എന്തായാലും റഫീനയ്ക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ കേൾക്കാം. ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത് എന്താ വെച്ചാല് എനിക്ക് വെച്ചാല് ഒരു വീഡിയോസിന്റെ മുന്നിലും ഒരു ഫോട്ടോസിന് മുന്നിൽ എനിക്ക് ആര് ഫേസ് ചെയ്യാനും ഒരു പേടിയില്ല. കാരണം വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ തെറ്റ് ചെയ്യാത്തടത്തോളം എനിക്ക് ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല. നാട്ടിലിറങ്ങാനും എനിക്ക് പേടിയില്ല, മറ്റുള്ളവർ ഫേസ് ചെയ്യാനും എനിക്ക് പേടിയില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പല ന്യൂസ് ചാനലിൽ വന്നിട്ട് എനിക്കറിയില്ല, എന്റെ കുടുംബക്കാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ അറിയാത്ത ഒരാൾക്കാരും ഇല്ല. എല്ലാവരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ട്, എല്ലാവരും ഫോട്ടോ കാണുന്നുണ്ട്, എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അപ്പൊ എന്തുകൊണ്ട് എന്നെ എന്തുകൊണ്ട് 14 ദിവസം റിമാൻഡ് ചെയ്തില്ല? MDMA പിടിച്ച ഒരാളെ 14 ദിവസം എന്തുകൊണ്ട് റിമാൻഡ് ചെയ്തില്ല? എന്തുകൊണ്ട് എന്റെ പേരിൽ കേസ് എടുത്തില്ല? കേസ് എടുക്കാതെ എന്നെ നാറ്റിക്കാനാണ് ഇവരെ വിചാരം. ഓക്കെ ഫൈൻ, ഞാൻ ഈ സത്യം അറിയുന്നത് വരെ ഇതിന്റെ ബാക്കിൽ തന്നെ നടക്കും. ഇതിൽ ആരൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ഞാൻ ഇതിന്റെ ബാക്കിലൊക്കെ നടക്കും. അതിനിപ്പോ എന്തെന്നെ വന്നാലും എന്തിനായിക്കോട്ടെ ഇതിന്റെ ബാക്കിൽ നടക്കും. എക്സൈസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ ആയിക്കോട്ടെ, ഞാൻ ഇവർ ആരാണോ തെറ്റുകാരി? ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്തത്? റൂം ലോഡ്ജ് എന്ന് പറയാം, അതൊന്നല്ല, ധർമ്മശാലയിലുള്ള ഒരു പൊളാരിസ് എന്ന് പറഞ്ഞിട്ടുള്ള പറശ്ശിനിക്കടവുള്ള ഒരു റൂമാണത്. ആ റൂമിന്റെ പേര് പോലും പറയാൻ ഇവർക്ക് പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ആ റൂമിൽ എക്സൈസുകാർ വരുന്ന സമയത്ത് ഫുൾ CCTV അവിടെ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. എന്തിനാ ഓഫ് ആക്കിയത്? അവര് വന്ന് എക്സൈസുകാർ വന്നിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അവർ തന്നെ ഒരു സാധനം വെച്ച് എടുത്തിട്ടാണ് അവർ ഇന്ന സാധനം കിട്ടിയെന്ന് പറഞ്ഞത്. അവർക്ക് പറയാൻ അവിടെ ഓപ്ഷൻസ് ഇല്ല. ഞാൻ എന്നെ ജയിലിലോ കാര്യങ്ങളോ കൊണ്ടുപോയ എന്റെ ഭാഗത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, കുറെ ഭാഗം അവരുടെ ഭാഗത്ത് തെറ്റുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇവർ ഇന്നും എന്നെ ഇതാക്കാത്തത്, ഒന്നും നിൽക്കാത്ത. പക്ഷെ ഇവർക്ക് പരമാവധി വേണ്ടെന്നാ എന്നെ ആൾക്കാരെ മുന്നേ നാറ്റിക്കാം, ഇതാക്ക ഫോട്ടോസ് ഇട്ട് കളിക്കാം. ഓക്കെ ഫൈൻ, എനിക്ക് ഒരു കുഴപ്പമില്ല. അവരെത്രത്തോളം കളിക്കുന്നു അത്രത്തോളം എനിക്ക് ഒരു കുഴപ്പമില്ല. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. റഫീന ഭയങ്കര കോൺഫിഡന്റ് ആണ്, ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്തായാലും എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിനുള്ളിലുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടും മയക്കുമരുന്ന് ലോബികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റിയതാണെന്ന്. എക്സൈസുകാർക്കൊക്കെ ഈ മയക്കുമരുന്ന് മാഫിയയുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാവും. മുൻപ് മയക്കുമരുന്ന് കേസിൽ ബന്ധപ്പെട്ട് പിടിയിലായവരൊക്കെ ഇവർക്ക് നല്ല കോണ്ടാക്ട് ഉണ്ടാവും. ഇവരാണ് പിന്നീട് എക്സൈസുകാരുടെ ഇൻഫർമേഷൻ ആയിട്ട് മാറുക, ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ആൾക്കാരായിട്ട് മാറുക. അങ്ങനെ പല മയക്കുമരുന്ന് വേട്ടകളും ഇവിടെ നടക്കുന്നു. പരസ്പരം ഒറ്റ കേസുകൾ മാത്രമേ ഇവിടെ പിടിക്കപ്പെടാറുള്ളൂ, അങ്ങനെ വേണമെങ്കിലും പറയാം. എന്തായാലും റഫീനയുടെ കോൺഫിഡൻസിന് പിറകെ എന്തെങ്കിലും സത്യമുണ്ടോ കള്ളമുണ്ടോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം. അപ്പൊ എന്തായാലും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.